സഹതാരികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഞങ്ങളുടെ നമോവാദം. സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥികളായ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ പേര് നയമാൻ ഒരു നേർചിത്രം. കരികനല്ല, കലാകാരനല്ല, ഞങ്ങൾ കേവലം വിദ്യാർത്ഥികളാണത്രേ. കലാകാരനല്ല, ഞങ്ങൾ കേവലം വിദ്യാർത്ഥികളാണത്രേ. കേവലം വിദ്യാർത്ഥികളാണത്രേ. സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലല്ല, ഇങ്ങനത്തുള്ള സീരിയലുള്ള അമരദേശത്തിലാണ്. ഈ കഥയുടെ നായകൻ ആരാന്നറിയാമോ? നയമാൻ. ആരാണ് ഈ നയമാൻ? അതറിയില്ലേ? അരാം രാജാവിന്റെ സേനാധിപതിയായിരുന്നു നയമാൻ. യഹോവയാം ദൈവം നയമാൻ മുഖാന്തരം ആരാം രാജ്യത്തെ യുദ്ധങ്ങളെ വെണ്ണിക്കൊടി പാലിച്ചു. അവനെ രാജാവ് മഹാനും മാന്യനുമായ എണ്ണി. അവൻ പരാക്രമശാലിയായിരുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അതവനെ വളരെ വേദനയിലായിരിക്കും. നിരാശയുടെ ജീവിതം തള്ളി നീക്കി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാഴ്ത്തവനും കാര്യം നടത്തി തരും. ആ കാലങ്ങളിൽ അറാമ്യ കവർച്ചപ്പടയായ ഇസ്രായേലിൽ നിന്നും ഒരു ചെറിയ പെൺകുട്ടീനെ പിടിച്ചോണ്ടു വന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോരുന്നു. ഹർമ്മ്യ മനോഹരവും കണ്ണിന് കുളിർമയും നേടുന്ന രാജജീവിയുടെ പാതയോരത്തിൽ ആ ബംഗ്ലാവിലുള്ള ആ പെൺകുട്ടി താമസിച്ചു. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും വേഗത കൂടി. പല നാളുകളിൽ നിന്നും ഒരു നാളിൽ അവൾ യജമാനത്തൊരു വിവരം അറിയിച്ചു. കൊച്ചമ്മേ, ഇവിടുത്തെ യജമാന് എന്തെങ്കിലും രോഗമുണ്ടോ? അതെന്തേ ഇത് ചോദിച്ച കാരണം? പറയൂ. എന്തോ പന്ത് കീട് പോലെ അവൾ പറഞ്ഞു. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. ഞങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, പേര് എലീശ. അവിടുന്ന് പോകുവാൻ കഴിയുമെങ്കിൽ വിടുതൽ കിട്ടും. ആഹാ, അങ്ങനെയാണ്. എങ്ങനെയാ യജമാനർക്ക് വിവരം അറിയിക്കാം? അങ്ങനെ ഒരു ദിവസം നയമാന്റെ ഭാര്യ ഈ വിവരം നയമാനെ ബോധിപ്പിച്ചു. നയമാൻ ഈ വിവരം സർവസേനാപതിയായ രാജാവിനെ ധരിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് തരാം. ആർ എവിടെ? കൂട്ടത്തിൽ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പെട്ടെന്ന് പുറപ്പെടുക. അക്കരയ്ക്കു യാത്രയും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ഈ കത്ത് ഇസ്രായേൽ രാജാവ് കണ്ട ശബ്ദനായി തിരിച്ചു വിരിച്ചു. മരിപ്പിക്കാനും ജീവിപ്പിക്കാനും ഞാൻ എന്താ ദൈവമോ? രാജാവ് വസ്ത്രം കീറി. അരാം രാജാവിന് എന്നോട് ശണ്ട കൂടാൻ തക്കം പാർത്തിരുന്നു. അവൻ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ചോരച്ചിലുള്ളതാ. ഒടുവിൽ നയമാനെ കൂട്ടുകാരും ദൈവപുരുഷനായ എലീശ പ്രവചനെ കണ്ടെത്തി. അവന് വീട്ടിൽ പടിയിലെത്തിയപ്പോൾ എലീശ ആളയച്ച് പറഞ്ഞു, നീ പോയി ജോർദാൻ 7 പ്രാവശ്യം മുങ്ങുക. 7ാം പ്രാവശ്യം മുങ്ങിക്കഴിയുമ്പോൾ നീ ശുദ്ധനാവും. അപ്പോൾ നയമാൻ, ഞാനോ യോർദാനിലെ വെള്ളത്തിലോ 7 പ്രാവശ്യമോ? ഇതെന്ത് കാര്യം? ദമശ്കീലെ നദികളായ അബാനയും പരക്കരയും ഇസ്രായേൽ ദേശത്തിലുള്ള എല്ലാ വെള്ളങ്ങളെക്കാട്ടും ഇത് നല്ലതോ? പ്രവാചകൻ അടുത്തു വന്നു. യജമാനനെ, പ്രവാചകൻ ഇത് വലിയ കാര്യം നിന്നോട് പറഞ്ഞെങ്കിൽ നീ ചെയ്യുമായിരുന്നോ? എന്തൊരു നിസ്സാരം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൻ പൂർണ്ണാശ്രയം ഈ നിമിഷ തൻ കൃപ തന്നിൽ വെച്ചോ ശുദ്ധിക്കായോ നീ.
അപ്പോൾ നയമാൻ ദൈവപുരുഷന്റെ വാക്ക് കീഴ്പ്പെട്ട് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ തീരുമാനിച്ചു. 1 2 3 4 5-ാം പ്രാവശ്യം 6-ാം പ്രാവശ്യം 7-ാം പ്രാവശ്യം ഇതാ ശുദ്ധനായി ഒരു കൊച്ചുകുഞ്ഞിന്റെ ശരീരം പോലെയായി. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാമത്തിലും ജയം ജയം എപ്പോഴും, യേശുനാമത്തിലും ജയം ജയം എപ്പോഴും. പ്രിയമുള്ളവരെ, ഇവിടുത്തെ കവർച്ചപ്പടയാളിയായ നയമാന്റെ വീട്ടിൽ വന്ന പെൺകുട്ടി അവൾ അറിഞ്ഞ സത്യം ബോധിപ്പിച്ച പോലെ നമ്മൾ അറിഞ്ഞ ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് സാക്ഷ്യങ്ങൾ തീർക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കഥാപ്രസംഗം വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.